നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. അങ്ങനെ ഒരു ദിവസത്തെ അവധിക്ക് ശേഷം വീണ്ടും നമ്മൾ മാർക്കറ്റിലേക്ക് വരികയാണ്. നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ആദ്യം ഈ ഒരു മൊമെൻറ്റിലെ ആദ്യത്തെ ഒരു ന്യൂസ് ഉള്ളത് ഡൊണാൾഡ് ട്രംപുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. ഡൊണാൾഡ് ട്രംപ് ഓട്ടോ സ്റ്റോക്കുകൾക്ക് റിലാക്സേഷൻ കൊടുക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ അദ്ദേഹം സൈൻ ചെയ്തു എന്നുള്ള ന്യൂസാണ്. അത് ഓട്ടോമൊബൈൽ കമ്പനീസിന് റിലീഫാകും. കൂടാതെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പോൾ കാണുന്ന ഏറ്റവും ടോപ്പിൽ കാണുന്ന ഏഷ്യൻ മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ പൊതുവേ മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ചൈന മാർക്കറ്റിൽ നിന്ന് അവധിയാണ്. താഴേക്ക് വരികയാണെങ്കിൽ ഡോ ഫ്യൂച്ചർ ഓൾമോസ്റ്റ് ഒരു സെൻറ്ററിൽ കാണാൻ സാധിക്കും. ഡോ ഫ്യൂച്ചർ 300 പോയിൻ്റ് അപ്പാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. കാരണം ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ ഓട്ടോ സെക്ടറിലുള്ള താരിഫ് റിലാക്സേഷൻ, കൂടാതെ യു.എസിൽ നിന്ന് മൈക്രോസോഫ്റ്റ്, കോഗ്നിസെൻറ്റ്, മെറ്റ തുടങ്ങിയ കമ്പനീസിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ട് വന്നു. ആപ്പിളും ആമസോണിൻ്റെ റിസൾട്ട് വെയിറ്റിംഗ് ആണ്. യു.എസിൽ നിന്ന് ഇന്നലെ GDP ഡേറ്റ ഉണ്ടായിരുന്നു. ആക്ച്വലി GDP ഡേറ്റ വന്നിട്ടുള്ളത് കോൺട്രാക്ഷൻ ടെറിട്ടറിയിലുള്ള ഒരു GDP ഡേറ്റയാണ്. അതായത് GDP ഒന്ന് കുറഞ്ഞുവെങ്കിലും ഈ IT കമ്പനീസിൻ്റെ നല്ലൊരു റിസൾട്ട് കാരണം അത് ഓവർകം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു ഫ്ലാറ്റായ ഒരു ഓപ്പണിംഗ് തന്നെയാണ്. നിഫ്റ്റിയെ പറ്റി പറയാത്തത് നിഫ്റ്റിയുടെ വാല്യൂ മാറി വരും. അതായത് എവിടെയാണോ മാർക്കറ്റ് ക്ലോസ് ഉള്ളത് അവിടെ തന്നെയാണ് നിഫ്റ്റി നിൽക്കുന്നത്. കാരണം ഡോ ഫ്യൂച്ചർ അപ്പായിട്ടുണ്ട്. അപ്പായതാണ് കാരണം. കൂടാതെ FISും DISും ഇന്ത്യൻ മാർക്കറ്റിൽ ബയേഴ്സ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം FIS 51 കോടി രൂപ, DIS 1792 കോടി രൂപയുടെ ബൈയിങ് നടത്തി. കൂടാതെ നമ്മളെ സംബന്ധിച്ച് മികച്ച എക്കാലത്തെയും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള GST കളക്ഷനും നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഈ ഒരു ഘടകങ്ങൾ കാരണം ഇപ്പോൾ US ഫ്യൂച്ചർ പോസിറ്റീവാണ്. GST കളക്ഷൻ മികച്ചതാണ്. പാക് ഇന്ത്യ ടെൻഷനായിട്ട് നിലനിൽക്കുന്നുണ്ട്. പുതിയ എസ്കലേഷൻ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ നിൽപ്പ്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ NTPC കമ്പനി അവർക്ക് 75 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള ഒരു പുതിയ ഒരു ഓർഡർ അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. NBCC കമ്പനിക്ക് 95 കോടി രൂപയുടെ ഓർഡർ അവർക്ക് ലഭിച്ചു. മൊബിക്വിക്ക് കമ്പനി RBI അവർക്ക് പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ലൈസൻസ് കൊടുത്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. Paytm കമ്പനി UAEയിൽ അവരുടെ പുതിയ സബ്സിഡിയറി കമ്പനി ഫോം ആയിട്ടുണ്ട്. നിറ്റ്കോ ടെയിൽ കമ്പനി അവർക്ക് 111 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. MOL കമ്പനി നെറ്റ് പ്രോഫിറ്റ് 27% ജമ്പായിട്ടുണ്ട്. കമ്പനി ₹1.61 ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഫോണിക്സ് മിൽസ് കമ്പനി ബോംബെ ആസ്ഥാനമായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 17% കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഗോദ്രേജ് അഗ്രോവീറ്റ് കമ്പനി 24% നെറ്റ് പ്രോഫിറ്റ് വർധനവ് രേഖപ്പെടുത്തി. സോണ VLV പ്രസിഷൻ ഫോർജിംഗ് കമ്പനി 10% നെറ്റ് പ്രോഫിറ്റ് വർധനവ്. ഫെഡറൽ ബാങ്ക് കമ്പനി 13% നെറ്റ് പ്രോഫിറ്റ് വർധനവ്. സുന്ദരം ഫാസ്റ്റൈൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 7% ഇടിവ്. JSW ഇൻഫ്ര നെറ്റ് പ്രോഫിറ്റിൽ 57% വർധനവ്. സൊമാറ്റോ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 175 നിന്ന് നെറ്റ് പ്രോഫിറ്റ് 39 കോടി രൂപയിലേക്ക് ഒരു കുറവ്. ഇതൊക്കെ ആണ് ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിലുള്ള സ്റ്റോക്ക് ന്യൂസ്. സമയം കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കുറച്ച് വേഗം പറഞ്ഞു പോയിട്ടുള്ളത്. വൈകിട്ട് നമുക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റായിട്ട് ഇരിക്കാം. താങ്ക് യു.